നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, KP ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ നേതാവ് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേതൃത്വമുണ്ട്. ലോക വാർത്തകളും ഇന്ത്യയിലെ കേരളത്തിലെ ഇലക്ഷൻ വാർത്തയെക്കുറിച്ച് സൂചിപ്പിക്കാനുണ്ട്. എങ്കിലും ആദ്യമായിട്ട് ബോംബെയിൽ ഒരു വലിയ ഹോട്ടലിൽ കുൽക്കറി എന്നൊറ്റ പേര് മനുഷ്യമാംസം കണ്ടു എന്നുള്ളൊരു വാർത്ത വന്നു. ഭക്ഷണം ടേസ്റ്റ് കൂടെ മനുഷ്യമാംസം കൊടുക്കുന്നു. അനാഥാലയങ്ങളിൽ നിന്ന് കാണാതെ വന്ന് മനുഷ്യർ ശവപ്പുറയിൽ നിന്ന് കിട്ടുന്നത്, ആയുധത്തിൽ നിന്ന് അനാഥയായി കിട്ടുന്നവരെല്ലാം എന്നാണ് പറയുന്നത്. ഇത് വലിയ അതിശയമൊന്നുമല്ല. കാരണം വർഷങ്ങൾക്ക് മുൻപ് കൽക്കട്ടയിൽ, പശ്ചിമ ബംഗാളിൽ ഒരു ഹോട്ടലിൽ പതിവിലേറെ തിരക്ക് കാണുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഈ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന് എവിടെയെങ്കിലും പതിവിലേറെ തിരക്കോ കച്ചവടമോ അല്ലെങ്കിൽ വ്യത്യസ്ത സംഭവം അവർ അന്വേഷിക്കുന്നത്. അവിടെ പതിവേറെ തിരക്ക് എന്താ അറിയുമ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ വിതരണം ചെയ്ത ഭക്ഷണത്തിൽ, മാംസ്യ ഭക്ഷണത്തിൽ കൈവിരലും മോതിരമുള്ള കൈവിരൽ കണ്ടു. അങ്ങനെ ചോദ്യം ചെയ്ത് അവരന്വേഷിച്ചപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് ആൾക്കാർ കൈ കഴുകാൻ പോകും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകാൻ പോകുമ്പോൾ പ്രത്യേകം ഓരോ മുറിയാണ്, ഓരോ റൂം, ചെറിയൊരു ബോക്സ് പോലെ. അപ്പോൾ കൗണ്ടറിലിരിക്കുന്ന ആൾക്ക് ഗ്ലാസ്സിൽ കാണാൻ പറ്റും. തടിയനാണ്, നല്ല മാംസക്കോളുള്ളതാണെങ്കിൽ അയാൾ അവിടെ ഒരു ബട്ടൺ പറ്റും, നേരെ ഗോഡൗണിലേക്ക് പോകും. പിന്നെ യാതൊരു വെളിച്ചം കളിക്കില്ല. അപ്പോൾ അതിൻ്റെ അവിടെ തല്ലിക്കൊന്ന് മാംസം വിൽക്കും. അങ്ങനെ പിടിച്ചു. മറ്റൊന്ന് ബോംബെയിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ബോംബെയിൽ പണ്ട് തെണ്ടി കിടക്കാൻ വേണ്ടി കുഷ്ഠരോഗികൾ വരും. ഇപ്പോൾ കുഷ്ഠരോഗികൾ കാണില്ല കുറേ ആളായിട്ട്. അതും അന്വേഷണത്തിൽ ആ കുഷ്ഠരോഗികളുടെ വെള്ളത്തിൽ നിന്ന് വെള്ളം കഴുകിയെടുക്കുന്ന വെള്ളത്തിൽ ചാരാഴ്ച എത്താൻ ലഹരി കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതും കണ്ടുപിടിച്ചു. അതുപോലെ ബോംബെയിൽ ഈ സംഭവം കണ്ടുപിടിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ യുദ്ധം ഇറാനിൽ പിന്നീട് ഇസ്രായേൽ ഒക്കെ നടക്കുകയാണ്. ഇന്നലെ ഞങ്ങളൊരു കാര്യം പറഞ്ഞു, ഇറാൻ ഒരിക്കലും അമേരിക്കയുടെ സൈറ്റിലല്ലാതെ മറ്റ് സൈറ്റിൽ ഇറാൻ ഒരിക്കലും ബോംബിടില്ല, അല്ലെങ്കിൽ മിസൈൽ അയക്കില്ല. അതങ്ങനെ ഇടില്ല എന്ന് വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തു. പക്ഷെ ആ കെയർ ഓഫിൽ ശത്രുക്കൾ ഇട്ട് അതിൻ്റെ ഫലമായിട്ട് ഗൾഫ് രാജ്യങ്ങളെ കൂടി അമേരിക്കൻ പക്ഷത്തേക്കും ഇസ്രായേലിനെതിരായിട്ട് തിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ലേ എന്ന് അന്വേഷിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് യുദ്ധത്തിൽ. അതിനേക്കാളൊക്കെ ഉപരി ലോകത്ത് മൊത്തം കൊടുക്കാൻ സാധ്യതയുള്ള വലിയൊരു അഴിമതിയല്ല, വലിയൊരു പാവം അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ കുറ്റം, 14 വയസ്സിൽ താഴെ പെൺകുട്ടികളെ സംഘടിതമായിട്ട് കൈവശപ്പെടുത്തി 700 ഏക്കറുള്ള ഒരു ദ്വീപ് തന്നെ വിലക്കെടുത്ത് അവിടെ പെൺവാടിപ്പ് നടത്തിക്കുന്ന ഒരു കള്ളനുണ്ട്. ആ കള്ളൻ ഇപ്പോൾ ജയിലിൽ ചത്ത്, ആരോ ഒന്നാളിക്കും. അത് പേരൊക്കെ ഉണ്ട്. എന്തിനാ കള്ളന്മാരൊക്കെ പേര് ഓർത്തിരിക്കണത്? ഐറ്റിൽനോ ഇതാണ്ട് പേരാണ്. ആ കേസ് അതിലെത്തുപോയി. ആ കേസ് വിധി വരുന്നത് 9-ാം തീയതിയാണ്, മാർച്ച് 9. ഇന്ന് 3 അല്ലേ, 28-ാം തീയതിയാണല്ലോ ശനിയാഴ്ച ബോംബിട്ടത്. അപ്പം ആ കേസിൻ്റെ വാർത്താ പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനും ലോക വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ആ വിഷയം കളയാനും വേണ്ടി അതിനേക്കാൾ വലിയൊരു സംഭവം നടത്തുമല്ലോ. അങ്ങനെ സംഭവം നടത്തിയ കൂട്ടത്തിലാണ് അമേരിക്കയും, പ്രത്യേകിച്ച് ട്രംപും നമ്മുടെ അളിയെന്ന് വെച്ചാൽ നെതന്യാഹു, വേറെ ചില ആൾക്കാരുണ്ട്, അവർ പേര് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം വെച്ചാൽ അതിൻ്റെ ചില വിഷയങ്ങളുണ്ട്. അവരെല്ലാം അകത്താകുകയോ അവരെല്ലാം ഭരണകൂടം താഴെ പോവുകയോ ചെയ്യാണ്. അപ്പോൾ അമേരിക്ക പോലും ഭരണകൂടം, ഇസ്രായേൽ പോലും ഭരണം, മറ്റു ചില രാജ്യങ്ങൾ ഭരണകൂടം താഴെ ഇറങ്ങുമെങ്കിൽ അതിനുവേണ്ടി അവർ എന്തും ചെയ്യാൻ മടിക്കില്ല. അങ്ങനെ ചെയ്തതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇറാഖിൽ കൊണ്ടുവന്ന്
ഇറാനിൽ കൊണ്ടുവന്ന ബോംബിട്ടും അവരെ കൊന്നു. അപ്പം ഈ കള്ളൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സംഭവം വരുമ്പോൾ അതിനേക്കാൾ വലിയ സംഭവം ലോകത്തുണ്ടാവും, അത് എൻ്റെ സംഭവം മാറിപ്പോവും എന്നൊക്കെ പറഞ്ഞായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ മാറിപ്പോയില്ലേ? ഇന്ത്യയിൽ പോലും 9-ാം തീയതി പാർലമെൻറ്റിൽ വലിയ ചർച്ച വരുന്നുണ്ട്. 9-ാം തീയതി എന്ന് പറയുമ്പോൾ വരുന്ന തിങ്കളാഴ്ചയാണ്, ഇന്നിപ്പോൾ 3 വരുന്ന തിങ്കളാഴ്ചയാണ്. ഇപ്പോൾ ആ വാർത്ത ലോകത്ത് പോയി, പത്രമെല്ലാം മുക്കി. ഇപ്പോൾ വാർത്ത മുഴുവൻ ഇസ്രായേൽ യുദ്ധമായി. ഇതാണ് രാഷ്ട്രീയക്കാരുടെയും വൻ വ്യവസായികളുടെയും സാമ്രാജ്യ ശക്തികളുടെയും ഫാസിസ്റ്റുകളുടെയും പത്രമാധ്യമങ്ങൾ കയ്യിലെടുത്തുള്ള പണി, കയ്യിലെടുക്കാനുള്ള വഴി. ഒന്ന് ആലോചിച്ച് നോക്കി. പണ്ടൊക്കെ ചെറുപ്പത്തിൽ കുറേ ആൾ മുമ്പ് ഞാൻ വായിച്ചത് ഈ ഇറ്റലിയിലും ജർമ്മനിയിലേക്ക് 10-14 വയസ്സായ പെൺകുട്ടികളെ നഗ്നമായിട്ട് നമ്മുടെ ദേഹത്ത് കിടത്തി പിടിച്ച് കിടക്കും, വേറെ ഒന്നും ചെയ്യില്ല. അതിൽ നിന്ന് ആ യുവാക്കളിലെ യുവതികളുടെ എനർജി ഉണ്ട്, ഹീറ്റ്. ആ ഹീറ്റ് നമുക്കിട്ട് നമ്മൾ ഉന്മേഷമാകുമെന്ന് ആണ് പറയുന്നത്. തന്നെയുമല്ല, അങ്ങനെയുള്ള പെൺകുട്ടികളായിട്ട് ശാരീരിക ബന്ധമെടുത്താൽ ആയുസ് വരെ കൂടും എന്നുള്ളൊരു അന്ധവിശ്വാസമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കള്ളന്മാരെല്ലാം അത്ര നീചമായിട്ടാണ് നോക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ ചെന്ന 10-14 വയസ്സുള്ള പെൺകുട്ടികളെ അവരെ ഒറ്റപ്പെടുത്തി, അവർക്ക് നിലവിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയല്ലേ. ആ മല്ലന്മാർ കയറി കൈകാര്യം ചെയ്തതിൽ ആ സ്ത്രീയെ സംബന്ധിച്ച് പണ്ടെങ്കിൽ മനസ്സിലാക്കണം. നമ്മുടെ ഈ നമ്പൂരി ഇല്ലൊക്കെ നശിക്കാൻ കാരണം കേരളത്തിൽ അവിടെ വേലക്ക് നിൽക്കുന്ന നായന്മാരുടെ മക്കളുണ്ട്, 10-12 വയസ്സുള്ള പെൺകുട്ടികൾ. വലിയ ഈ നെല്ല് സൂക്ഷിക്കുന്ന വലിയ അറയുണ്ട്, അത് ഏതാണ്ട് ഒരു 3 ആൾ പൊക്കം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കയറാനും ഇറങ്ങാനും പുറത്ത് കോണി വെച്ച് കൊടുക്കുകയാണ്. ഈ 10-14 പെൺകുട്ടികളുടെ കോണി വെച്ച് അതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കോണി എടുത്ത് മാറ്റും. പിന്നെ അവിടെ എന്ത് നടന്നാലും അറിയില്ല. ആ നമ്പൂരി മാന്യൻ അവിടെ കുട്ടിയെ നശിപ്പിക്കും. ആ ശാപം കൊണ്ട് പല ഇല്ലങ്ങളും നശിച്ചുപോയി ഞങ്ങൾ ചരിത്രം വായിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പെൺകുട്ടി നിലവിളിയും കരച്ചിലാണല്ലോ, നിസ്സഹായ ഒരവസ്ഥയിൽ ദൈവം കാണാതിരിക്കും. അപ്പോൾ അവർക്കൊരു അന്ധവിശ്വാസം, ഇങ്ങനെയുള്ള പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ആയുസ് കിട്ടിക്കിട്ട് ആരും എത്ര കോടി മുടക്കുമല്ലോ, ആയുസ് കിട്ടിക്കുള്ള വിശ്വാസം, അന്ധമായ വിശ്വാസം അതൊക്കെ. ആ കേസ് വരുമായിരുന്നു. ഇപ്പം ആ ചിത്രത്തിൽ പോയി, ലോകത്തിന് പോയി. ഇപ്പം ഇറാൻ പിന്നെ ഇസ്രായേൽ യുദ്ധമായി, അമേരിക്ക യുദ്ധമായി. അപ്പോൾ എന്തൊരു വിരോധാഭാസമാണ്. തൻ്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി രാജ്യത്തെ മാത്രം ജനങ്ങൾ മാത്രം എത്ര കോടി പണി ചെലവഴിക്കാൻ യാതൊരു മടിയില്ലാത്ത ഈ നീട്ട ജീവികൾ വാസ്തവം അവരൊക്കെ റോഡിൽ പോകുന്ന തല്ലിക്കൊല്ലണ്ടേ. അത് ഞാൻ തല്ലിക്കൊല്ലാൻ വേണ്ടി അടുത്ത് എത്തിക്കാൻ പറ്റില്ലല്ലോ, അത്ര സംരക്ഷണം കൊടുത്തേക്കാല്ലേ. എത്ര കോടി രൂപ അവർക്ക് അതിനുവേണ്ടി അവരുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി സംരക്ഷണം കൊടുക്കുന്നത് ഓരോ സ്ഥലത്തും. അതുകൂടി കണക്കാക്കണം ഈ സംഭവങ്ങളുടെ ഗതി. അല്ലെങ്കിൽ ചർച്ച ഏതാണ്ട് അവസാനം ഖത്തറില്ലാത്ത ബഹ്റൈനില്ലേ, ബഹ്റൈനില്ല, അവർ പറഞ്ഞല്ലോ, ഖത്തറിലെ അമീർ പറഞ്ഞല്ലോ, ചർച്ച ഏതാണ്ട് അടുത്ത് വന്ന സമയത്താണ് ഈ 28-ാം തീയതി ആണല്ലോ, 28-ാം തീയതി പട്ടാപ്പകല് 30ഓളം വിമാനങ്ങൾ പറ്റാതെ ടൺ കണക്കിന് ബോംബിട്ട് ആ പ്രദേശം മുഴുവൻ തകർത്ത് കളഞ്ഞത്. അവിടെ ഞാൻ ഇന്നലെ വീണ്ടും പറയാണ്, അങ്ങനെ സംഘർഷാവസ്ഥ ഉള്ള സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഈമാൻ്റെ ഭാഗമാണെന്നേ. നിങ്ങൾ എന്ത് വിശ്വാസമായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഷഹീദാകാൻ വേണ്ടി, രക്തസാക്ഷിയാകാൻ വേണ്ടി ശ്രമിക്കാൻ ആര് പറഞ്ഞു? ഏത് പടത്തിൽ നമ്മൾ പറഞ്ഞു ഷഹീദാകാൻ അല്ലെങ്കിൽ രക്തസാക്ഷിയാകാൻ? ആ ഘട്ടമൊന്നും വന്നിട്ടില്ല. ആ ഘട്ടം ഒറ്റ ഘട്ടമാണ്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഷഹീദാകണം ആഗ്രഹമുണ്ടെങ്കിൽ, രക്തസാക്ഷി മലയാളം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. ഞാൻ ഒരു മുസ്ലിമാണ്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി കലൂർ പള്ളിയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടസ്സപ്പെട്ടാൽ, അതിനു വേണ്ടി നമ്മൾ യുദ്ധം ചെയ്താൽ, അതിലൂടെ മരിച്ചാൽ വിശ്വാസിയാണെങ്കിൽ അവന് ഷഹീദാണ്. അല്ല, രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അധികാരം പതി നിർത്താൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധസന്നാഹം അവർ മാത്രം നമ്മൾ ചെയ്യുന്നില്ലേ? എന്നിട്ട് അതിൽപ്പെട്ട് അത് ഞങ്ങൾ രക്തസാക്ഷിയായി അല്ലെങ്കിൽ ഷഹീദായി എന്ന് പറഞ്ഞൊക്കെ അബദ്ധമാണത്. നിങ്ങൾ എത്രയൊക്കെ വാരി പുകഴ്ത്തിയാലും പൊക്കിപ്പെടുത്തിയാലും അതൊന്നുമല്ല. അവരാ സമയത്ത് അവരോട് മാറി നിന്നെങ്കിൽ അറിയാമല്ലോ, സംരക്ഷണം കൊടുക്കല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞു, പന്നിയുടെ മാംസം തിന്നാം എപ്പോഴാണ്? ജീവൻ നിലനിർത്താൻ വേണ്ടി, അല്ലാതെ തിന്നാൻ പറ്റില്ല. അതുപോലെ മാറി നിൽക്കാതെ, അങ്ങനെ മാറി നിന്നെങ്കിൽ ആ ആൾ മരിക്കില്ല, മാത്രമല്ല അവർ കുടുംബം പോവില്ല, അവരുടെ സമൂഹം പോവില്ല, ആ 10-200 കുട്ടികളും പോവില്ലായിരുന്നു.
അത് പറയുന്നത് അതും ഞാൻ രക്തസാക്ഷിയാകാണ്. ഇതൊന്നും ശരിയല്ല കേട്ടോ. എത്ര ബുദ്ധി രാഷ്ട്രീയമാണെങ്കിലും എത്ര രാജാവാണെങ്കിലും എത്ര നേതാവാണെങ്കിലും അതൊന്നും ബുദ്ധിയല്ല. ബുദ്ധി അതിന് പ്രായോഗികമായിട്ടാണ്. ബി പ്രാക്ടിക്കൽ പ്രായോഗിക ബുദ്ധി അതാ വേണ്ടത്. അപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ കളിക്കുന്ന കളി വളരെ കൂടുതലാണ്, മാത്രമല്ല പുറകിലുണ്ട്. പിന്നെ എന്തെല്ലാം കാര്യം എണ്ണയുടെ പെർമൂസ കടലിടക്ക് നിൽക്കാൻ പോകുന്നതും ഒക്കെ ഉണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഇറാന് കുറേ നശിപ്പിക്കാൻ പറ്റും. പക്ഷെ ആത്യന്തികമായിട്ട് ഇറാനിൽ വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്ര കണ്ട് നിഗൂഢ ചതിവും വഞ്ചനയാണ് ഈ രണ്ട് കൂട്ടി ചെയ്യുന്നത്. ഈ നെത്തിന്നാഹും മറ്റു അമേരിക്കൻ പ്രസിദ്ധ ചതിവും വഞ്ചനയാണ്. വഞ്ചനയുടെ മുമ്പിൽ സത്യസന്ധത തൽക്കാലം അത് ആ ദീർഘമായി ചിന്തിച്ച് അവസാനം സത്യതാണ് ജയിക്കുന്നത്, ശരിയാണ്. പക്ഷെ തൽക്കാലം അത് തോറ്റു. ആ നിലയ്ക്ക് ഇറാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അവർ കുറേ നശിപ്പിക്കും. അതിൽ കഴിവ് ഓർക്കട്ടെ, അവർ ഉണ്ടാവട്ടെ. ഇപ്പോൾ ഒരു 4.3 അവിടെ എന്തുണ്ട് ഭൂകമ്പുണ്ടായി തന്നെ അത് പറയുന്നത് ഏതോ ബോംബ് സ്ഫോടനം നടത്തിയാണെന്ന് പറഞ്ഞാൽ എന്തോ ആകട്ടെ. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 6000-7000 ബോംബുകളൊക്കെയാണ് റഷ്യ. ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ റഷ്യ ആദ്യം ഉപയോഗിക്കില്ല. പക്ഷെ റഷ്യ ആദ്യം നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം വർക്ക് ലോകം മുഴുവൻ പോകും. എല്ലാ മനുഷ്യരും കൊന്നെടുക്കും. അവരങ്ങനെയാണ് ആ സെറ്റപ്പ് സെറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനൊന്നും കുഴപ്പമില്ല. വേണ്ട നമ്മുടെ മറ്റേ പയ്യൻ, ആ കൊച്ചു പയ്യൻ, ആ പയ്യൻ പേരും 1000 കണക്ക് ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമേരിക്ക ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ചൈന ഉണ്ട്. പക്ഷെ ഇറാൻ തുടങ്ങിയപ്പോൾ അത് ശരിയല്ല. അവർ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇനി ചെയ്യുകയാണെങ്കിൽ പോലും അത് ശരി, അത് മാറാം, അത് രാജ്യത്തിന് സുരക്ഷമല്ല എന്ന് ഇന്നൊരു മഹാൻ ചാനൽ 80 പറഞ്ഞിട്ട് ജോസഫ് പറഞ്ഞിട്ടോ, അങ്ങനെ അവർ കൊണ്ട് എന്തോ ദൂഷ്യമുണ്ട് ലോകത്തിന്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്ത് ദൂഷ്യടോ? അമേരിക്കയും റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും ചൈനയും ഇപ്പോൾ ആ കൊച്ചി ഇറക്കനും ഇനി പാകിസ്ഥാനും ഇന്ത്യയും ഇവരൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബോംബിനേക്കാൾ കവിഞ്ഞ് ഇവർക്ക് വേറെ എന്ത് ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്നത്? അത് തന്നെയല്ല, അങ്ങനെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ അത്യാവശ്യം ഇനി അവർക്ക് അതിനേക്കാൾ പണ്ട് മണ്ണൂർ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഇടിച്ച് ഒരു സ്ത്രീ മരിച്ചു. അപ്പോൾ ആരും കണ്ടെന്ന് ആരും പറഞ്ഞു ഈ സ്ത്രീക്ക് എന്തോ ഇതിനേക്കാൾ വലുത് വരാനിരുതാണ്. ഇവിടെ ജീവനേക്കാൾ വലുത് എന്ത് വരാനിരുന്നേ? അതുപോലെ ഇനി ഇറാനെ സംബന്ധിച്ച് ഇതിക്കുള്ള എന്ത് വരാനാ? ആ സമയത്ത് അവർ ഉപയോഗിക്കില്ലേ? അതൊന്നുമില്ല. അത് ഇറാഖിനെ കുറിച്ച് പറഞ്ഞ പോലെ, ഇറാഖിൻ്റെ രാസായുധം പറഞ്ഞ പോലെ തട്ടിപ്പൂ വാഞ്ചയിൽ കൂടിയാണ് ഈ സാമ്രാജ്യ ശക്തികൾ, ഈ ഫാസിസ്റ്റുകൾ, ഈ ബ്രിട്ടനും അമേരിക്കയും ഇസ്രായേലിൻ്റെ നേതാക്കൾ ചെയ്യുന്നത്. അത്ര മോശമായിട്ടാണ് അവർ. എത്ര നഷ്ടം, ഈ ട്രംപ് വന്നതിന് ശേഷം എത്രയോ രാജ്യങ്ങൾ അവർ കീഴടക്കാൻ ശ്രമിച്ചു, നശിപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പുണ്ട്. അമേരിക്ക ഇന്നലെ തുടങ്ങിയതല്ല, അത് മുമ്പുള്ള മറ്റേതാണ് കുരിശ് യുദ്ധത്തിൽ എത്ര കോടി ജനങ്ങളെ കൊന്നിട്ടുണ്ട്. അതുകൂടാതെ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യനെ കൂടി എത്രയോ കോടികളെ കൊന്നു. ചൈന എത്രയോ കോടി കൊന്നു. അമേരിക്കനെ എത്രയോ കോടികളെ കൊന്നുണ്ട് പല സ്ഥലത്തായിട്ട്. പക്ഷെ അതൊന്നും ഇവിടെ വിഷയമല്ല. ഒരു മുസ്ലിം പേരൊരു മുസ്ലിം രാജ്യമുണ്ട്, അവരെന്താ വെച്ചാൽ അത് മുഴുവൻ തെറ്റാണ്. ആ ഒരു ഇരട്ടത്താപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല ഇറാൻ നമ്മൾ അന്ധമായിട്ട് അനുകൂലിക്കുമോ അല്ലെങ്കിൽ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു ഇരട്ടത്താപ്പ് അതൊരു വഞ്ചനയുടെ പര്യായമാണ്. വഞ്ചനയുടെ പര്യായം നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വശം അവിടെ അങ്ങനെ നിൽക്കട്ടെ. മറ്റൊന്ന്, നമ്മുടെ കേരളത്തിലേക്ക് വീണ്ടും വരാം. UDFൻ്റെ ഇലക്ഷൻ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, നമ്മുടെ പാലക്കാട് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കോൺഗ്രസ് ഗുണമാകുമെന്ന് തോന്നുന്നില്ല എന്ന് സംശയിച്ചു. ഞങ്ങളിപ്പോൾ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ, അല്ലാതെ ആരോട് പക്ഷം പഠിച്ചാൽ ഞാൻ പിഷായിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടുപോയില്ല. എനിക്ക് പിഷാരിൻ്റെ ശത്രുവല്ല, എനിക്ക് അത് എതിർപ്പില്ല. പക്ഷേ രീതി വെച്ച് നോക്കി പറഞ്ഞാൽ ഇന്ന് പാലക്കാട് കമ്മിറ്റി പാസ്സാക്കിയൊക്കെയാണ് അങ്ങനെയുള്ളൊരു വേണ്ടത്. അവർ വേറെ പോയിന് കൊടുത്തു. അത് ഷാഫിയുടെ നോമിനാണ്. ഇനി ഷാഫി നോമിൻ ഇല്ലാന്ന്. ഈ ഷാഫിയൊക്കെ നോമിൻ ചെയ്യുമ്പോഴേ സ്വന്തം ജാതിക്കാരെ വയ്ക്കും ഞാൻ പറയുന്നില്ല. ചിലർ ആദ്യം വയ്ക്കില്ല. പ്രത്യേക രാഷ്ട്രീയത്തിലൊക്കെ ഞാനും മുസ്ലിമാണെങ്കിൽ എൻ്റെ ആൾക്കാരെ കൊണ്ടുമില്ല. കാരണം അവൻ ഭാര്യയാവുന്നു, മറ്റുള്ള ആൾക്കാരെ കൊണ്ട്. അതിലും തെറ്റൊന്നുമില്ല. ഞാനാണെങ്കിൽ ചിന്തിക്കുക അങ്ങനെയൊക്കെയാണ്. എൻ്റെ കൂടെ പുറത്ത് ഞാനും മുസ്ലിമായൊരു എൻ്റെ ഭാരവാഹിയായിട്ട് വരുന്നത് ഹിന്ദു ക്രിസ്ത്യാനി ആയിക്കുന്ന മനസ്സിൻ്റെ ആഗ്രഹമുണ്ട്. അത് എൻ്റെ കുറ്റമല്ല, അതൊരു
പ്രായോഗിക ചിന്തയായിട്ടാണ്. അങ്ങ് ചിന്തിക്കുന്നത് ഷാഫിക്ക് പോലെ. പക്ഷെ ഷാഫിക്ക് ഈ മുസ്ലിം സമുദായമായിട്ട് ഒരടുപ്പമില്ല. ഷാഫിക്ക് പേര് മാത്രമുള്ള മുമ്പ് ഷാഫി. ആ രൂപത്തിലും പ്രവൃത്തിയിലും പിന്നെ സംസാരത്തിലും എല്ലാം മുസ്ലിം സമുദായത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു താല്പര്യത്തെ ആളാണ്. കറക്റ്റായിട്ട് പറയാം. അത് തന്നെ പറയാൻ കാരണമല്ലോ, അന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്, ദൃഢപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ദൃഢപ്രതിജ്ഞ ചെയ്യുന്നത് യുക്തിവാദികളല്ല, നിരീശ്വരവാദികൾ മാത്രമാണ്. യുക്തിവാദികൾ പിന്നെയും ദൃഢപ്രതിജ്ഞയില്ല. പണ്ട് കമ്മ്യൂണിസ്റ്റുകളൊക്കെ യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല. അവർ ദൃഢപ്രതിജ്ഞ ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ വീണ ജോർജ് തന്നെ പക്ക കമ്മ്യൂണിസ്റ്റ് നിൽക്കുകയാണല്ലോ, കമ്മ്യൂണിസ്റ്റ് അനുഭവിയായിട്ട്. എന്നിട്ട് അവർ ബൈബിൾ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തോടെ അസംബ്ലിയിൽ. പക്ഷെ ഈ മഹാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി കിട്ടിയ ഏക സീറ്റ് ഒരു മനസ്സിലാക്കണം. 20 സീറ്റുള്ളിൽ ഏക സീറ്റ്, 7 സീറ്റ് അർഹതയുണ്ട്. 2 ലീഗിൻ്റെ ബാക്കി 5 കോൺഗ്രസ് കിട്ടണം. ആയിട്ട് 1 സീറ്റ് ആകെ കിട്ടി, അത് തിരികെ കയറ്റിയാണ്. അല്ല കൊടുക്കില്ല. അതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ വെള്ളം കുടിക്കും. അപ്പോൾ എന്നിട്ട് ആ ലേബലിൽ ഡൽഹിയിൽ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ മനുഷ്യൻ ചെയ്തറിയോ? ദൃഢപ്രതിജ്ഞ ചെയ്ത് മാത്രമല്ല, നീറുന്ന 100 പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തിനുണ്ട്, അല്ലാതെ സാധാരണക്കാർക്ക് ഉണ്ട്. പുള്ളി പറഞ്ഞ വിഷയം എന്നറിയോ? നിങ്ങൾ ബുദ്ധിയിലോ, ഇത് മനഃശാസ്ത്ര ഗ്രൂപ്പാണ്, നിങ്ങൾ ചിന്തിക്കണം. അത് വിദേശ മലയാളികൾ ടിക്കറ്റ് ചാർജ് കൊടുക്കാനാണ് ആ മാന്യൻ. ഞാൻ തുറന്നു പറയാണ്, എനിക്കിപ്പോൾ സിമ്പതി ഒന്നും ആവശ്യമില്ല. ആ മാന്യം ആദ്യത്തെ പ്രസ്താവന അല്ലെങ്കിൽ ചോദ്യം, വിദേശ മലയാളികൾക്ക് ടിക്കറ്റിൽ കൂടുതലുണ്ടെന്ന് ഓർക്കുന്നതാണ്. 100 കണക്കിന് മുസ്ലിങ്ങൾ തല്ലിക്കൊല്ലുന്നുണ്ട്, 100 കണക്കിന് മുസ്ലിങ്ങൾക്ക് പല പല ബുദ്ധിമുട്ടുണ്ട്. അതൊന്നും ഇദ്ദേഹത്തിന് കിട്ടില്ല. മുസ്ലിം പ്രാചീനം പോയാൽ ഓർക്കണം. കോൺഗ്രസ്സുകാരെ നിങ്ങൾ ചെയ്യുന്നത് തുറന്ന് പറയാൻ ഒരാളെങ്കിലും വേണ്ടേ? മുസ്ലിം ആദ്യമായിട്ട് പോയതാണ് ഇദ്ദേഹം. എന്നിട്ട് സംസാരിച്ച വിഷയം ആദ്യമായിട്ട് സംസാരിച്ചറിയോ? വിദേശ മലയാളികൾക്ക് ടിക്കറ്റ് ചാർജ്, വിമാനത്തിൽ ടിക്കറ്റ് ചാർജ് കുറക്കണം. അത് കൈയടിച്ച് ആഘോഷം ചെയ്തു. അതൊക്കെ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതാണോ പ്രധാനത്? വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിരപരാധികളെ 100 ആൾക്കാരെ മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നതിനെ കുറിച്ച് ഒരക്ഷരം ഏതെങ്കിലും ഈ മനുഷ്യൻ വായി വന്നിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ 99.9 ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ്. അന്ന് ജില്ലാ പ്രസിഡന്റ് ഷാഫി ഷിയാസൊക്കെ 8 പ്രാവശ്യം വിളിച്ച് ഫോൺ എടുത്തില്ല. കുഴപ്പമില്ല, ആയിക്കോട്ടെ, സന്തോഷം, പയ്യനായിരുന്നു, നന്നായി, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഈ 99.9% വോട്ട് കൊടുക്കുന്നത്, മുസ്ലിങ്ങൾ വോട്ട് കൂട്ടിയത് ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസ്സുമാണ്. ഇത് എന്താണോ ഈ സമുദായം നിങ്ങൾ കൊടുത്തിരിക്കുന്നത്? ഞാൻ വീണ്ടും ചോദിക്കണത്, എന്നോട് ജനങ്ങൾ കുത്തി ചോദിക്കുകയാണ്, നമ്മൾ നീതി വേണ്ടേ? ഞാൻ പോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പ്രസ്ഥാനമല്ല ഞങ്ങളുടെ. പക്ഷെ നീതിക്ക് വേണ്ടി വാദിക്കുന്നതാണ്. നീതി വേണം, അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം, അതാണ് സോഷ്യലിസമൊക്കെ. അത് വഹിക്കുമ്പോൾ ഇത്രയും ജനങ്ങളിലേക്ക് നിങ്ങൾ കേവലം ഇനി ഇതൊക്കെ പറയുന്നത് കേവലം ജനസംഖ്യയിൽ 0.3 ഉള്ളതാണ് നായർ വിഭാഗം ഓൾ ഇന്ത്യ ബേസിൽ. കാരണം ആകെ 150 കോടി ഉദ്ദേശം, ഇവിടെ 30 ലക്ഷം നായർ. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0.3, 1% 1% 30 ഭാഗമുള്ളൂ. 0.3 എന്നാണ്. ആ 0.3 ഉള്ള KC വേണുഗോപാൽ നിങ്ങൾ 2ാം സ്ഥാനത്തിരുത്തി. കോൺഗ്രസിൻ്റെ നെറികളോട് പറയാണ്, എനിക്കൊന്നും ഇനി നേടാനില്ല. എന്ത് നേടാനുള്ളത്? നല്ല സത്യം വിളിച്ചോണ്ടേ. 1/4% പോലും ഇല്ലാത്ത ഒരു വിഭാഗത്തെ കൊണ്ട് 2ാം സ്ഥാനത്തെത്തി. അതിനുമുമ്പ് ആകെ ജനസംഖ്യ 2% ആനണിയെ കൊണ്ടിരുത്തി. അപ്പോഴും ഒരു മുസ്ലിങ്ങൾ 20% മുസ്ലിങ്ങൾ വഹിക്കാൻ പറ്റില്ല. നിങ്ങൾ മുസ്ലിങ്ങൾ കാര്യം പറയുമ്പോൾ കോൺഗ്രസ് ഭയമാണ്, പേടി. ഇന്ദിരാഗാന്ധി, പ്രത്യേകിച്ച് സോണിയാഗാന്ധി പറയില്ല, പ്രിയങ്ക പറയില്ല. പറഞ്ഞാൽ ഹിന്ദുക്കൾ എതിർത്തു. ഇവിടെ നിങ്ങൾ ഹിന്ദുക്കളെന്ന് ആര് പറയുന്നു? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഹിന്ദുവാണെന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഒരു ഹിന്ദുവിൻ്റെ ഒരു സാധ്യതയില്ല. പറയാൻ എന്താ അർഹതയുണ്ട്? പക്ഷെ അതുകൊണ്ട് തന്നെയാണ് പോരാക്കുക. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾ ആരും പറയില്ല. പറഞ്ഞാൽ നിങ്ങൾ പേടിയാണ്, ഹിന്ദുക്കൾ പെണ്ണുങ്ങളൊക്കെ ആയിട്ട്. അതാണ് അന്തോണിയും പറയില്ലല്ലോ. ക്രിസ്ത്യാനി നേതാക്കളൊന്നും പറയില്ല. അവർ 2 കാര്യമാണ്. ഒന്ന്, എന്തിനാ ഞാൻ ഇതൊക്കെ പറഞ്ഞ് അവർ RSSൻ്റെ എതിർപ്പ് വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ അതല്ലടോ നിഷ്പക്ഷം എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെ കാര്യങ്ങൾ പറയണം. അത് കേരളത്തിലെ ഈ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ അല്ലെങ്കിൽ അന്തോണി ഉൾപ്പെടെ ഒന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല, ഇനിയും പറയില്ല. വേണ്ട, അതിനെ മുസ്ലിം ലീഗ് പറയുമോ? ഇല്ല. അവർക്കെല്ലാം ചില ലക്ഷ്യങ്ങളുണ്ട്. അതിന് അവരോടൊന്ന് அவங்க എതിർത്തത് നോട്ടപ്പുള്ളിയാവും.
നോട്ടപ്പുള്ളിയാകട്ടെ, നിങ്ങൾ അവരിത് എതിർക്കേണ്ട, പക്ഷെ സത്യം പറയണ്ടേ? അതാണ് അവസ്ഥ. അത് ഞങ്ങൾ വീണ്ടും ആത്യന്തികമായിട്ട് പറയാണ്, ജനസംഖ്യക്ക് ആനുപാതികമായുള്ള സ്ഥാനമാനങ്ങൾ ഈ സമുദായത്തിൽ ഉൾപ്പെടെ എല്ലാ സമുദായങ്ങൾക്കും കൊടുക്കണം. പ്രത്യേകിച്ച് 40% മുസ്ലിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, ശക്തമായ എതിർപ്പുണ്ടാവും. UDF അങ്ങേറ്റ ക്ഷീണം ചെയ്ത് എൻ്റെ ഇത് കൂടെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതുപോലെ മറ്റു കാര്യം ഞാൻ നിർത്താം. ഈ അറബിക് സർവകലാശാല UDF മുസ്ലിം ലീഗും പറയണം, മുസ്ലിം സമുദായത്തിൻ്റെ മുൻപിൽ പരസ്യമായിട്ട് കാരണം പറഞ്ഞു, എന്തുകൊണ്ടാണോ 200 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് ലോകത്ത് അറബി. ആ 200 കോടി സംസാരിക്കുന്ന ഭാഷകൾ അറബിയിൽ നിങ്ങൾ ഒരു സർവകലാശാല തുടങ്ങാൻ പിന്നെ സച്ചാർ കമ്മിറ്റി, അത് വലിയ ജഡ്ജിയാണ്, സച്ചാർ കമ്മിറ്റി പറയുകയും ഇവിടെ പാലി മോമൂട്ടി അതിന് തയ്യാറാകുകയും ചെയ്തിട്ട് നിങ്ങൾ എന്ത് തുടങ്ങിയില്ല. മറുവശോടുക്ക് 10,000 പേര് പോലും സംസാരിക്കുന്ന ഭാഷ സംസ്കൃതം കേരളത്തിൽ. അപ്പോൾ അത് നിങ്ങൾ കാളിയില്ല പാടം നിർത്തിയാണെങ്കിൽ നിങ്ങളൊരു വലിയ സർവകലാശാല തുടങ്ങി. അവിടെയാണ് നമ്മുടെ KS രാധാകൃഷ്ണൻ വൈസ് ചെയർമാൻ്റെ ഇതൊക്കെ അവിടെ പോലെ ഈ RSN ഭവ്യ വന്നത്. ട്രിവാൻഡ്രത്തിലേക്ക് അർത്ഥം പോയില്ല. സംസ്കൃത സർവകലാശാല വൈസ് ചെയർമാൻ തുടങ്ങി. അവിടെ മുതൽ ഇവിടെ ക്രിസ്തീയ സഭയ്ക്കും പിന്നെ സംഘപരിവാറിന് വേണ്ടി കൊള്ളുന്ന ഒരാളായി ഇപ്പോൾ BJP പോയി ചെയ്തു. ഓട്ടെ, പുള്ളിയുടെ ലക്ഷ്യം. പക്ഷേ അത് തുടങ്ങിയാൽ ഒരു തെറ്റുമില്ല. 10,000 പേരിൽ ഒരാൾ പോലും സംസാരിക്കാത്ത ഭാഷയാണെങ്കിലും ഏത് ഭാഷ ആരും പഠിക്കുന്നതല്ല, അന്ന് ഒരു സംശയമില്ല, തെറ്റില്ല. പക്ഷെ അതേ നിങ്ങൾ മുമ്പ് ഇപ്പം നിങ്ങൾ ചേർത്ത് ഇങ്ങനെ വാചാനുഭവമായില്ലോ ബഷീർ. നിങ്ങൾക്ക് വ്യായാമമല്ലേ, ശരീരം കണ്ടിട്ട് എനിക്ക് പേടിയൊന്നാണ്, അത്ര കൊണ്ട് തീർത്തവരാണ് നിങ്ങൾ. എന്തോടോ അറബിക് സർവകലാശാല തുടങ്ങാൻ നിങ്ങൾ ഉത്തരം പറയാത്തത്? നിങ്ങൾ കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗ് നേതൃത്വം ഇതിന് കേവലം 2 അക്ഷരത്തിൽ കൂടിയെങ്കിലും ഒരു ക്ഷമാപണം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞല്ലെങ്കിൽ മുസ്ലിം സമുദായം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കും. എങ്കിലും അതെല്ലാം അവർ മാറ്റിവെച്ചു. കാരണം വലിയ ശത്രു തോൽപ്പിക്കാൻ ചെറിയ ശത്രു കൂട്ടുകൂടാറുണ്ട്. അങ്ങനെ കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ ഈ ഷാഫി പോലെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങളെ സമുദായത്തെ വിൽക്കുകയാണ്. അത് വേണ്ട. ഞാൻ ഈ കോൺഗ്രസ്സിൽ 30-40 വർഷം പാടുപെട്ട് വളർത്തി ക്ഷയരോഗം പിടിച്ച അല്ലെങ്കിൽ ഒന്നും സമ്പാദിക്കാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ കോൺഗ്രസ്സിലില്ലേ? അവരൊന്നും നിങ്ങൾ കാണാതെ നിങ്ങളായിട്ട് ഈ കർത്താവൊക്കെ ഉള്ളോ ഭിഷാലിൻ്റെയൊക്കെ കൊടുക്കാൻ ഷാഫി പറഞ്ഞാലും സതീശൻ പറഞ്ഞാലും അതിനൊക്കെ പുറകിലുള്ള ഉദ്ദേശം ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ് സുഹൃത്തെ. നിങ്ങളുടെ മനസ്സ് ഞങ്ങൾ ശരിക്കും മനസ്സിലാകുന്ന അളക്കുകയും ചെയ്യും. അതിൻ്റെയൊക്കെ ഉദ്ദേശം നിങ്ങൾ കോൺഗ്രസ് എന്നാക്കലല്ല, മറ്റൊരു ഉദ്ദേശം. അത് ഞാൻ ഇപ്പോൾ തുറന്ന് പറഞ്ഞില്ല, പേഴ്സണൽ പറഞ്ഞുതരാം. അതൊക്കെ പണ്ട് ഞങ്ങൾ സഭയോട് പറഞ്ഞ കാര്യമുണ്ട്. എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലായി എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഞാൻ ഒരിക്കലും പറയാം, നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് ഞങ്ങൾ മനസ്സിലായി എന്ന് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രസ്താവന കൊടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. ഇതൊക്കെ എന്താണ് എൻ്റെ പുറകെയുള്ള കളിയെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾ കളിച്ചോ, അടവ് നയവും തെറ്റൊന്നുമില്ല. പക്ഷേ ഷാഫി ഒരു മിടുക്കാണ്, ഞാൻ സമ്മതിച്ചു, മിടുക്കാണ്. അദ്ദേഹം മുഖ്യമന്ത്രി വരെ അല്ല പ്രധാന പരിപാടിക്ക് അവസരം ആകട്ടെ. പക്ഷെ നിങ്ങൾ 20% വരെ കേരളത്തിലാണ്ട് 35% വരെ മുസ്ലിങ്ങളുടെ ഏക റെപ്രസെൻ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾ ചെയ്ത് ദൃഢപ്പെടുത്തിയതില്ലേ പിന്നെ ഷാഫി? അത് ആ സമുദായത്തോട് കണ്ടത് വഞ്ചനല്ലേ? ഈ നട്ടലില്ലാത്ത മുസ്ലിം ലീഗ് ആരെയും ചോദിച്ചോ? ഏതെങ്കിലും മുസ്ലിം ചോദിച്ചോ നിങ്ങൾ എന്തോ ഞങ്ങളുടെ റെപ്രസെൻ്റ് പോയിട്ട് അവിടെ ദൃഢപ്പെടുത്തിയത്? അപ്പോൾ അവിടെ ദൃഢപ്പെടുത്തി ചെയ്തുകൊണ്ട് ആകാശത്തിൽ വീഴില്ല. ഞാൻ ചോദിട്ടെ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഒരു വെളുക്ക് തിരി കത്തിച്ചുകൊണ്ട് ഇസ്ലാമാബാദ് പുറത്തു പോകുമോ? എഴുന്നേ കുഞ്ഞാലിക്കുട്ടി വെളുക്ക് കത്തിക്കാത്തത്? അത് അവരുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ അവർ തീരുമാനം. അതുപോലെയാണ് നിങ്ങൾ മുസ്ലിം സമുദായം നോമിനേറ്റ് വെറും കോൺഗ്രസ് പോയതല്ല, മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം സമുദായത്തിന് വേണ്ടി പോയ ഏക സീറ്റാണ്. ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്ന കുറേ പേര് കേരളത്തിലിട്ടത് ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചായാലും രമേശ് ആയാലും ഈ പറയുന്ന ഷാഫി ആണെങ്കിലും നിങ്ങൾക്ക് എത്ര കണ്ട് വളരെ നമുക്ക് സന്തോഷമില്ല, നമുക്ക് യാതൊരു ഇഷ്ടവുമില്ല. ഇതിൻ്റെ വലിയ എന്നെ എതിർത്തോ എന്നെ ഒതുക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ ഒതുക്കാനൊന്നുമില്ലല്ലോ, ഒരു കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം, വേറൊന്നുമില്ല. ഇപ്പോൾ ഇല്ലിസി ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ പേരൂർ കനാലുണ്ട്. ആ കനാലിൻ്റെ തീരം ഒരിക്കൽ ഒരു 10-25-30 വർഷം മുമ്പ് അത് കയ്യേറിയിട്ട് തർക്കം വന്നാൽ കിടക്കായത്. ഇപ്പോൾ അത് വീണ്ടും കരിങ്കൽ കെട്ടി അത് കൈവശപ്പെടുത്താനുള്ള ശ്രമമാണ്. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരോ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
അത് ഏതാണ്ട് ഇന്നത്തെ കണ്ടീഷനിൽ ഒരു 2 സെൻറ്റ് 2 സെൻറ്റ് അതൊക്കെ 1 കോടി കൊടുത്തപ്പോൾ അവിടെ കിട്ടൂല സ്ഥലം. 2 കോടി എന്നുമ്പോൾ 2 സെൻറ്റ് 2 കോടി രൂപയായി. ഈ 2 കോടി രൂപയിൽ എത്ര ആൾക്കാർ അഴിമതി പണം വാങ്ങിച്ചെന്നുള്ളത് പുറത്ത് പറയണം, അല്ലെങ്കിൽ പോലീസ് ഇടപെടണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇടപെടണം, കൗൺസിലർ. ഞാൻ ഒന്ന് കൗൺസിലർ 2 പ്രാവശ്യം വിളിച്ച് എടുക്കുന്നില്ല. ഒരു കൗൺസിലർ എന്ന് വെച്ചാൽ അത് രാജാവൊന്നുമില്ല. 3-4 പ്രാവശ്യം വിളിച്ചു, അതൊന്നും അവർ വിളിക്കില്ല. അവരുടെ പാർട്ടിക്കാരെല്ലാത്തിനും വിളിക്കില്ല. അത് ഏത് പാർട്ടിയും അങ്ങനെ പറഞ്ഞിട്ടായിക്കോട്ടെ. പക്ഷേ ഞങ്ങൾ അതിൻ്റെ പുറകിൽ ശ്രമിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, കോർപ്പറേഷൻ ബന്ധപ്പെടുന്നുണ്ട്. അതിന് കാര്യം നിയമപരമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തടസ്സമൊന്നുമില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നടപടിയെടുക്കാൻ കോർപ്പറേഷൻ ഉൾപ്പെടെ കോർപ്പറേഷനിലെ മേയറോട് ഇപ്പോൾ തിരക്കല്ലേ. പിന്നെ കോർപ്പറേഷൻ്റെ ഭാഗത്ത് പിന്നെ മേയറില്ലാത്തുണ്ടല്ലോ, കോർപ്പറേഷൻ കമ്മീഷണറോട് കൂടി പറയുകയാണത്. ഇത് അവിടെയൊക്കെ ചെല്ലി പോകുന്നതാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നിന്ന് ചെയ്യുന്നു.